നിലമ്പൂർ കോവിലത്തിലെടുത്ത് ഒരു 1500 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തു. ഈ സ്ഥലം വിഷുവിന് ഇതിൽ ഇലയുണ്ടാക്കി കഴിക്കും. വിഷുവിൻ്റെ സമയത്ത് ഇത് പുതിയ ഇല ഉണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡാകുന്ന ഇലയുടെ ബുദ്ധിമുട്ടാവും. പക്ഷേ വിഷുവിൻ്റെ സമയത്ത് ഇതിൽ നമ്മൾ ഇലയുണ്ടാക്കാറുണ്ട് കൂടുതൽ. ഇവിടുത്തെ ആളുകളൊക്കെ ഇന്നിപ്പോൾ അടുത്ത കാലത്തായിട്ട് പിന്നെ ഈ പാണ്ട് രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചുണ്ടിലൊക്കെ പാണ്ട് വരുന്നില്ല, ആളുകൾക്ക് കയ്യുമ്പോൾ ഒരു പാണ്ട് രോഗം വരുന്നതിന് മരുന്ന് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ജർമ്മൻ കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വലിയ ഡിമാൻഡുള്ള ചെടിയായിരിക്കാണ്. പറഞ്ഞ ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടോ? അതിൽ ഒരു കഥാപാത്രമാണ് വലിയൊരു പാല. ഇതിന് എന്തുകൊണ്ടാണ് യക്ഷിപ്പാല എന്നുള്ള പേര് വന്നതെന്ന് ഒരാൾ പറയാൻ നോക്കി. അതന്നെയാണ് അതിന്റെ സംഭവം. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നമ്മളത് പറയാണ്. ഈ കാലത്തിൽ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരം കരയും. കാടിൻ്റെ സൗകുമാര്യം ആസ്വദിക്കാനും അതുപോലെ തന്നെ ഈ പക്ഷികളുടെ കേരളത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരി പക്ഷേ ശ്യാമക്കിളി ഇറക്കം ഇവിടെ ഉണ്ട്. നമ്മൾ 6 വരെ കാട്ടിനപ്പോഴേ ആനയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ 6 മണിക്കൊക്കെ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ആന അതുകൂടെ സ്ഥിരമുണ്ട്. അപ്പോൾ ആനയെ വഴി പൈതൽ പോലെ കരളിന്റെ തീരാദാഹം കനൽ തുമ്പി പാടും പാട്ടിൽ. ബാനിയുണ്ട് പല മരങ്ങളും തമ്മിൽ. ചില വള്ളിച്ചെടികൾ ചില മരത്തിലാണ് കൂടുതൽ കാണുക. അത് ചില മരം അതിനോടുള്ള അസോസിയേഷൻ കൊണ്ടാണ്. അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അത് കുറേ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ 2 പേരായിട്ട് പണ്ടൊക്കെ ബേർഡ് വാച്ചിങ്ങിന് അതിരാവിലെ 5:30 കാട്ടിലിറങ്ങി നടക്കുക, വെളിച്ചമാവുന്നതിന് കാട്ടിലിറങ്ങി നടക്കാറുണ്ടായിരുന്നു. ആ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ വൈൽഡ് ലൈഫ് കണ്ടുള്ളൂ. നമ്മൾ ഇത്രയും കൂടി പേര് പോകുമ്പോൾ കാണാൻ വളരെ സാധ്യത കുറവാണ്. ഇവിടെ പല ജീവികളും ഉണ്ടെങ്കിലും ചെറു ജീവികളാണ് ഇവിടെ കൂടുതൽ ഞങ്ങൾ നോക്കാറ്. അപ്പോൾ അത് സാധാരണ നമ്മളെ എണ്ണം കുറയും. നമ്മളെ എണ്ണം കൂടുന്നതോറും ഇപ്പോൾ രാവിലത്തെ തീരുമോ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ. ഏക്കറാണുള്ളത്. 600 ഏക്കർ സ്ഥലത്താണ് മൊത്തം ഏരിയ ഉള്ളത്. അതിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പല പലതായിട്ട് നടന്നുണ്ട്. അതിന് നല്ല കാടിൻ്റെ പാച്ചുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റാതെ, കാരണം ആകെ വഴി കടഞ്ഞു. പണ്ട് ഞങ്ങളായിക്കൂടെ കുറേ നടന്നിരുന്നു. നിലമ്പൂർ കാട് ഏതാണ്ട് 800 സ്ക്വയർ കിലോമീറ്റർ ഏരിയുണ്ട്. നിലമ്പൂർ ഫോറസ്റ്റ് ഏരിയ സൗത്ത് നോർത്ത് ഡിവിഷനുകളായിട്ട്. അതിൽ 600 സ്ക്വയർ കിലോമീറ്റർ ഞങ്ങൾ കഴിഞ്ഞ 36 കൊല്ലം കൊണ്ട് നടന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ 200 സ്ക്വയർ നമുക്ക് നടക്കാൻ കഴിയില്ല, കാരണം വളരെ റിസ്കി ഏരിയ ഒന്നും നടക്കാൻ പറ്റാത്ത. ഇപ്പോൾ വെള്ളരിമലിൻ്റെ മുകളിൽ നമുക്ക് എല്ലാ സ്ഥലത്തു കൂടിയും പോകാൻ പറ്റില്ല. പല സ്ഥലത്തു കൂടി ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ അടിമ്പാറ വഴി കയറി, വെള്ളരിമലിൻ്റെ മുകളിൽ കയറി, ആനക്കാമ്പോയിലേക്ക് ഇറങ്ങി പല യാത്രയും പണ്ടൊക്കെ നടത്തി.
145 മെഗാവാട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ 1/3 പ്രൊഡക്ഷൻ നടക്കുള്ളൂ. പക്ഷെ കണക്കുകളിൽ മൊത്തം ഈ വലിയ മെഗാവാട്ടിന്റെ കണക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ആതിരപ്പള്ളിയൊക്കെ സംഭവിച്ചത് അതായിരുന്നു. അപ്പൊ പിന്നെ ഇടയ്ക്ക് നമ്മൾ റോഡരി ഒരു സ്ഥലത്ത് ഈ മറ്റൊരു സ്ഥലത്ത് കണ്ടു. നമ്മുടെ ഉച്ചാരക്കടവ് കഴിഞ്ഞിട്ട് സ്ഥലത്ത് ഒരു എങ്ങനെ വന്നാണാവോ നോക്കൂ. ഇതിന്റെ ഇല കണ്ടില്ലേ? ഇത് നമുക്കുള്ള ഒരു ഉപയോഗം ഞാൻ പറയുന്നതേ, ആളുകൾ മുടി വട്ടത്തിൽ പോകില്ലേ ചില സ്ഥലത്ത്, ഒരു പുൽക്കടി വന്നിട്ട് മുടി വട്ടത്തിൽ മുടി പോകും, താടിയിലൊക്കെ പോകും, വട്ടത്തിൽ പോകും. അതൊരു പുൽക്കടിയാണ്, ഒരു ഫംഗൽ അറ്റാക്കാണ്. പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ മരത്തിന്റെ തലിര് അത് ഒരതിയിട്ട് അത് വിൽക്കുന്ന പരിപാടി ഉണ്ട്. കാലങ്ങളോളം അങ്ങനെ എനിക്കായി തൂവുന്ന തൂമഴ ഒരീണമായി എൻ കാതിൽ കൊഞ്ചുന്ന തേന്മഴ. പറയാൻ നീ കരുതും നിൻ പ്രണയം ഇന്നു മഴയാ. അറിയാൻ ഞാനറിയാൻ നിൻ മൊഴികൾ വന്നു മഴയാ. ഓഹോ നിൻ കിനാക്കളിൽ ഞാൻ മഴ. നിൻ മനം തൊടാൻ ഞാൻ തിരാ. ഇലവങ്കം വളരും കാടും മുകിൽ മുത്തം പകരും മേടും നനവരുളി വഴിയേ വരും പുതുകുളിരുമായി അരികെ വരും. ഓ കാണും നിമിഷം തന്നെ നിന്നിൽ പകരാ. ഞാനെന്താ വെച്ചാൽ മോനും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അവനും കൂടി എപ്പോഴും എല്ലാ ട്രിപ്പിലും കൂട്ടാറുണ്ട്. വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വളരെ സിമ്പിൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതും ഞാൻ ആഗ്രഹിച്ചത്. കാരണം വെച്ചാൽ മറ്റേത് കഴിഞ്ഞേക്കാൾ സൗകര്യമുള്ള പോലത്തെ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ ഇദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ അതിന് നല്ല എല്ലാം കൊണ്ടും അറേഞ്ച്ഡായിരിക്കും. അതാണ് പ്രത്യേകത. പിന്നെ ഞാൻ കൂടുതലായിട്ട് കാടിന്റെ അടുത്ത് നല്ല ആഹാരം കിട്ടി. ഒത്തിരി യാത്രകൾ ചെയ്യാറുണ്ട്. യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ്. ഒരു വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ചു. ഞാൻ പഠിച്ചു, ഇനി ഞാൻ വീടില്ല. ഏതാ ഇഷ്ടമായത്? ടൂറിൽ എന്തൊക്കെ ഇഷ്ടമായി? കുളിച്ചത് ഇഷ്ടമായി. എപ്പോഴേ പോയത് കാട്ടുകൂടെ നടന്നതും ഇഷ്ടായി. അടുത്ത ടൂറിന് പോകണ്ടോണോ?
തിരിച്ചറിവ് നമ്മളെ യാത്രാ ഗ്രൂപ്പ് ഞാൻ ഗ്രൂപ്പിൽ അപ്പൊ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എല്ലാം സാധ്യം കാര്യങ്ങൾ കഴിഞ്ഞു